ഹായ്, ലേ മാർബിൾ ഗാലറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് കോഴിക്കോട് വടകരയിലാണ്. വടകരയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിവിക എന്ന ഹോമിലാണ്. ഈ നിവിക എന്ന വാക്കിന് അർത്ഥം തന്നെ ഭയങ്കര കാം കമ്പോസ്റ്റ് ആണ്. ഇത്രയും കാം കമ്പോസ്റ്റ് ആയിട്ടുള്ളൊരു വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. നിവികയിലെ വിശേഷങ്ങളുമായി നമ്മളെ കൂടെ നിവികയിലെ ഓണേഴ്സ് ഉണ്ട്, മിഥുൻ ആൻഡ് നീതു. അതേപോലെ തന്നെ കുഞ്ഞു ഓണേഴ്സും ഉണ്ട്. പേരെന്തായിരുന്നു? നിവേദ്, മിഹിക. അപ്പൊ എനിക്കൊന്ന് രണ്ടാളുടെ പേരുകളും കൂടെ ഇൻസ്പയർ ആയിട്ടുള്ളൊരു പേരായിരിക്കും നമ്മളെ വീട്ടിന് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണല്ലോ അല്ലെ, നിങ്ങൾ വിചാരിച്ച പോലെ പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് കാണാൻ വേണ്ടിയിട്ട്. സോ എന്താണ് ഈ ഒരു വീടിന്റെ പിറകിൽ നിങ്ങളൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത്? കുറച്ച് സ്പേഷ്യസ് ആവണം എന്നുണ്ടായിരുന്നു. അതായത് ഞങ്ങളെ രീതിയിൽ ഒതുങ്ങുന്ന രീതിയിൽ, പക്ഷെ കാണുമ്പോൾ കുറച്ച് എയർ വെന്റിലേഷൻ ഒക്കെ കൂടുതലായിട്ട് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ഉണ്ടാവണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ ഡബിൾ ഹൈറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചത്. പിന്നെ ഇവര് സിവിൽ എഞ്ചിനീയർ ആണ്, അപ്പം ഇവരെ കുറെ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് ഈ ഒരു ഡബിൾ ഹൈറ്റിൽ തന്നെ നമുക്ക് മുകളിലത്തെ സ്പേസ് മാക്സിമം കട്ട് ചെയ്തിട്ട് മാക്സിമം താഴെ ഫാമിലി ഇരിക്കുക, എല്ലാവരും ഇന്ററാക്ഷൻ കൂടുതലാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ടൈപ്പിലൊരു ഡിസൈൻ ബെഡ്റൂംസിൽ മാത്രം കവർ ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയ ഒക്കെ ഓപ്പൺ ആയിട്ട്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കിച്ചൺ വരെ നമുക്ക് ഇവിടുന്ന് വിസിബിൾ ആണ്, ഇങ്ങോട്ടേക്ക് അതേ കിട്ടുന്നത്. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു. നമുക്ക് ഒരു ഫാമിലി ടൈം തന്നെ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം അല്ലേ. ഏത് കോർണറിൽ വിളിച്ചാലും എല്ലായിടത്തും എത്തണം എന്നുള്ള. സോ ആക്സസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ഒരു വീടിന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതാണല്ലേ. ആരും പല ഭാഗത്താവും, പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കൊരു സിവിൽ എഞ്ചിനീയർ തന്നെ ഓണർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും നിങ്ങളൊരു ഐഡിയയുടെ എന്താ പറയുക, നിങ്ങളൊരു സ്വപ്നം തന്നെ ആയിരിക്കില്ലേ? ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ ഡ്രീം എങ്ങനെ വിചാരിച്ചോ വീട്, ഓരോ പൊസിഷൻസിലും ഞങ്ങൾ എന്തൊക്കെ വേണമെന്ന് വിചാരിച്ചോ അതുപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാക്സിമം ഞങ്ങൾ വെച്ചതിൽ വെച്ച് മാക്സിമം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പ്ലേസ്, സ്ഥലവും നല്ലൊരു സ്ഥലം അല്ലെ, വളരെ കാമായിട്ടുള്ള സ്ഥലം. അതുപോലെ തന്നെ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഞാൻ അത് ശ്രദ്ധിച്ചു അല്ലെ. എയർ സർക്കുലേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായുള്ളൊരു കാര്യം. വീടിന്റെ ആർക്കിടെക്ട് ആരായിരുന്നു? ആധുനിക് വടകര. ആർക്കിടെക്ട് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവര് നമ്മുടെ റിക്വയർമെന്റ് ഒക്കെ ചോദിച്ചു. അതിനനുസരിച്ച് അവര് ഇതിന്റെ ഓരോ മൂലയും അവര് കറക്റ്റായിട്ട് തന്നെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും അവര് നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ടിങ് ആയിരുന്നു, പ്രോപ്പറായിട്ട് അഡ്വൈസ് തന്നിരുന്നു. അങ്ങനെ ഇത് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി എല്ലാ സപ്പോർട്ടുകളും അവർ തന്നിട്ടുണ്ടായിരുന്നു. ബെഡ്റൂംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ബാക്കിയുള്ള ഏരിയാസ് കൂടുതൽ, ബെഡ്റൂംസ് ജസ്റ്റ് ഈ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ഏരിയാസ് ഞങ്ങൾക്ക് കൂടുതൽ ഓപ്പൺ ആയിട്ടുണ്ടാവണം. സോ ഒരു ആർക്കിടെക്ട് പ്ലസ് സിവിൽ എഞ്ചിനീയർ നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് ഇവിടെ അല്ലേ. നമുക്കിവിടെ വന്ന സമയത്ത് തന്നെ ഭയങ്കര യുണീക്കായി തോന്നിയൊരു ഏരിയ ആണ്. എന്തായാലും ഈ ഒരു ഏരിയ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടായിരുന്നത്? ഒരു ഏരിയ മക്കൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ്. പിയാനോ മോൻ വായിക്കും, കീബോർഡ്, അപ്പം അതിന് വേണ്ടിയിട്ടും പിന്നെ സ്റ്റെയറിന് ഒരു കോൺട്രാസ്റ്റ് ആവാണ്ട് സ്റ്റെയറിന് സിമിലർ ആയിട്ട് ഒരു ഏരിയ. അതുകൊണ്ട് ഈ ഒരു ടൈല് കളർ അതിന് ചൂസ് ചെയ്തു. ഈ ഒരു വീടിന്റെ എനിക്കൊന്ന് ഏറ്റവും മുഖ്യ ആകർഷകം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡബിൾ ഹൈറ്റ് ആണ്. അതേപോലെ തന്നെ ഈ വാള്, അതേപോലെ തന്നെ ഫ്ലോറിങ്, ഇതൊക്കെ ആരുടെ ഐഡിയ ആയിരുന്നു ശരിക്കും? ആർക്കിടെക്റ്റ് ആണോ അല്ല നിങ്ങൾ തന്നെയാണോ ഈ ഒരു ഐഡിയന്റെ പിന്നിൽ? വാളിന് കൊടുക്കാന്നുള്ളതൊക്കെ ആ സമയത്ത് പുതിയൊരു യുണീക്കായി തോന്നി. നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടതിൽ വെച്ച് കുറച്ച് വ്യത്യാസമായിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങളെ മനസ്സിൽ വിചാരിച്ച അതന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റി. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോർമലി ടൈൽസ് ആണ്, നമ്മൾ 8x4 ടൈൽ. ആൻഡ് പെട്ടെന്നൊരു ചേഞ്ച് വന്നിരിക്കുന്നത് ഒരു ഡിവോഷണൽ ടച്ച് ഫീൽ ചെയ്ത. ഈവൻ ഒരു ഇത് നിങ്ങൾ തന്നെയാണോ ചൂസ് ചെയ്തത്? ഈ ഒരു കളർ തീംസ് ഒക്കെ നിങ്ങളെ ചൂസ് ചെയ്തത്?
സോ ഈ വീടിന്റെ ഒരു ബെഡ്റൂംസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊന്ന് താഴെ 2 ബെഡ്റൂംസും അതേപോലെ തന്നെ മുകൾ 2 ബെഡ്റൂംസ് ആണ്. ആൻഡ് ഭയങ്കര സ്പെഷ്യലായി തോന്നുന്ന ഈ വിൻഡോസ് ആണ്. എന്താ ഈ വിൻഡോസിന്റെ പ്രത്യേകത? ബെഡ്റൂമിൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വെച്ചത് ഈ വിൻഡോ തന്നെയാണ്. ബേ വിൻഡോ ആണത്. അപ്പം കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാനും പിന്നെ എക്സ്ട്രാ നമുക്ക് റീഡിങ് ഒരു ഏരിയ, പിന്നെ വൈഡായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഫ്രണ്ടിലേക്ക് ഗേറ്റിൻ്റെ ഭാഗം വരെ വ്യൂ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞങ്ങൾ വെച്ചതാണ്. ഒരു റീഡിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. സോ ബാത്റൂംസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ബ്രാൻഡ് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്? പ്രധാനമായിട്ട് ജാഗ്വറാണ് ഞങ്ങൾ ഫിറ്റിംഗ്സിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലഷ് ടാങ്കും മറ്റേ ഇതൊക്കെ ഗ്രോ ഹെഡ് ഇതിലേക്ക് പോയി. പിന്നെ ഷവറാമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സിലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കിച്ചനെ പറ്റി പറയുകയാണ്, ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ്. സോ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആർക്കിടെക്റ്റുമായി ഡിസ്കസ് ചെയ്തിരുന്നത്? ഓപ്പൺ കിച്ചൻ്റെ ഏരിയ ഞാൻ കുക്കിംഗ് ഫ്രീ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഹുഡ് ഹോബോത്തൊക്കെ മെയിൻ കിച്ചണിലേക്കാണ്. ഓപ്പൺ കിച്ചൺ തന്നെ സെർവിങ്ങും കാര്യങ്ങളും, പിന്നെ ബാക്കി അങ്ങനെ ഓവൻ അങ്ങനത്തെ കാര്യം, ഫ്രിഡ്ജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. കുക്കിംഗ് കംപ്ലീറ്റ്ലി ഇവിടെ ഒഴിവാക്കിയിട്ടാണ്. പിന്നെ മക്കൾക്ക് പെട്ടെന്ന് വെസൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ രീതിയിൽ ചെയ്യാൻ. ഓക്കെ, അതേപോലെ തന്നെ ഈ കളർ തീമിന്റെ പ്രത്യേകത ഭയങ്കര എനിക്ക് യുണീക്കായി തോന്നി. കാണാത്തൊരു കളറാണ് ഈ പേർപ്പിൾ കോമ്പിനേഷൻ. അതെന്ത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ഹസ്ബൻഡ് ഐഡിയ ആയിരുന്നു. ഒരു ലാവൻഡർ ഷെയ്ഡ് കുറച്ചുകൂടി ലൈറ്റാ വിചാരിച്ച്, പക്ഷെ ഇത് വന്നപ്പോ പക്ഷെ ഭയങ്കര ഒരു യുണീക്കാണ്. പക്ഷെ ഭയങ്കര ഒരു ബ്ലെൻഡ് തോന്നുക എല്ലാം കൂടി ആയിട്ട്. ഓക്കെ, ആൻഡ് സ്ലാബിനെ പറ്റി പറയുകയാണെങ്കിൽ നാനോ വൈറ്റ് ആണ് ചൂസ് ചെയ്തത് അല്ലേ? സോ എന്തുകൊണ്ട് ഈ വൈറ്റ് സ്ലാബിലേക്ക് വരാൻ കാരണം? ആദ്യമേ വിചാരിച്ചായിരുന്നു ഓപ്പൺ കിച്ചണിൽ ഒരു വൈറ്റ് സ്ലാബ് തന്നെ വേണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നാനോ വൈറ്റ് ചൂസ് ചെയ്തത്. ഞങ്ങൾ ഈ ഇന്റീരിയർ ആയിട്ട് മാച്ച് ആവുന്ന കളർ ആവണം, പിന്നെ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് ലുക്ക്, പിന്നെ ഡാർക്ക് ആവരുത്, ലൈറ്റ് ഉള്ള ഏരിയ ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു വൈറ്റ് സ്ലാബ് ചൂസ് ചെയ്തത്. ക്ലീൻ ചെയ്യാനും പിന്നെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ്, സ്റ്റെയിൻസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എപ്പോഴും ഫ്രഷ് ഫീലിംഗ് ആയി. അതേപോലെ തന്നെ യുണീക്ക് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡാഡോ വാൾസ് നമ്മൾ വൈറ്റ് ചൂസ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ലേ മാർബിൾ ഗാലറിയിലുള്ള സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ടൈൽസ് ആണ്. സോ ഇതിലേക്ക് എങ്ങനെ എത്തി? ഈ നാനോ വൈറ്റിന് മാച്ച് ആയിട്ട് തന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അത്ര പ്യുവർ വൈറ്റ് വേണമെന്നും ഇല്ലായിരുന്നു എനിക്ക് കോൺസെപ്റ്റ്. ഈ നാനോ വൈറ്റ് അപ്പം തെളിഞ്ഞ് കാണില്ല എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഒരു ഒരു ക്രീം കോൺസെപ്റ്റ് വേണം എന്നുള്ളതിൽ. സോ മാം വിചാരിച്ച പോലെ തന്നെ വൈറ്റ് ആയിട്ടുള്ള സ്ലാബും അതിന് അനുയോജ്യമായിട്ട്, പക്ഷെ പ്യുവർ വൈറ്റ് അല്ല. അപ്പം പ്യുവർ വൈറ്റ് അവിടെയും കൂടി എടുത്താൽ നാനോ വൈറ്റിന്റെ ആ ഒരു തെളിച്ചം ഭംഗി കിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ക്രീമായിട്ട് ആ ഒരു എടുത്തത്. സോ 2 യുണീക്ക് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്, പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. നമ്മുടെ ലേ മാർബിൾ ഗാലറി, നമുക്ക് നിങ്ങൾ വടകരയിൽ നിന്ന് കോഴിക്കോടേക്ക് ലേ മാർബിൾ ഗാലറി ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഞങ്ങൾക്ക് കുറെ കളക്ഷൻസിനെ പറ്റിയിട്ട് അവിടെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒന്നാമത് ഞങ്ങൾ ആർക്കിടെക്ട് പറഞ്ഞിട്ടുമുണ്ട്, സജസ്റ്റ് ചെയ്തത് തന്നെയാണ്. പിന്നെ ബാക്കി റിലേറ്റീവ്സും അവരൊക്കെ കുറച്ചുപേര് എടുത്തവരെ അറിയാം. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കളക്ഷൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ്. സാറിന് എന്താ പറയാനുള്ളത് നമ്മുടെ ലേ മാർബിൾ ഗാലറിയുടെ കളക്ഷൻസിനെ പറ്റിയിട്ട്? ഞങ്ങള് ഇതേമാതിരി തന്നെ ഒരു കൺസെപ്റ്റിലാണ് അങ്ങോട്ടേക്ക് വന്നിരുന്നത്. പക്ഷെ ടൈൽസ് സെലക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ ഇതൊക്കെ മാറി. പുതിയ കുറെ ടൈൽസുകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതിലേക്ക് ഇതിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സെലക്ഷൻ ഒരുപാടുണ്ട് അവിടെ. വിചാരിച്ചാലും ബെറ്റർ ആയിട്ട് നിൽക്കാം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നിങ്ങൾ നെക്സിയോൺ ആണ് മെജോറിറ്റി ഏരിയയിൽ ചൂസ് ചെയ്യുന്നത്? നെക്സിയോൺ അതുപോലെ തന്നെ കച്ചേരി ആണ് അല്ലേ? സോ എങ്ങനെയാ നെക്സിയോണിൽ എത്തിയത്? ഒരു അട്രാക്ഷൻ തോന്നിയത് മാക്സിമം ഏരിയക്കും ഫ്ലോർ ഏരിയ നമുക്ക് എക്സ്പോസ് ചെയ്യുന്നതിൽ നെക്സിയോൺ ഇട്ടാൽ നന്നാവും എനിക്ക് ഒരു കുറച്ചുകൂടി ഡീറ്റെയിലിംഗ്, അതെ, ഇറ്റാലിയൻ ടച്ച് ആയിട്ടുള്ളതാണ്. ഓപ്പൺ കൺസെപ്റ്റ് ആവുമ്പോൾ കുറച്ചുകൂടെ ഫ്ലോർ എക്സ്പോസ് ആവുമ്പോൾ ബെറ്റർ ആയിട്ട് തോന്നും. സോ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് നെക്സിയോൺ ചെയ്ത ശേഷം അല്ലേ കുറച്ചും കൂടി ഒരു ലക്ഷറി ഫീൽ, ഒരു ഇറ്റാലിയൻ മാർബിൾ ലക്ഷറി ഫീലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളെ ടൈൽസ് ഒക്കെ സെലക്ട് ചെയ്ത സമയത്ത്, അതായത് നമ്മൾ ബാത്റൂം ടൈൽസ് ഒക്കെ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഒരു ആവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നത് ബാത്റൂംസിലേക്കൊക്കെ? ബാത്റൂംസ് ഒരു കളർ കോൺസെപ്റ്റ്സ് ഓരോ ബാത്റൂമിന് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോൾ
കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കുറേ കാണുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാമെന്ന് ഓരോന്നിങ്ങനെ തോന്നും. അതൊന്ന് ഞങ്ങളൊരു കോൺസെപ്റ്റ് രീതിയിൽ ചൂസ് ചെയ്തു. ബാത്റൂംസിലേക്ക് ചൂസ് ചെയ്തു. അപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു സൈസാണ് 8x4. സോ നിങ്ങൾ ഓൾറെഡി 8x4 തന്നെയായിരുന്നോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് മാബിഗാറിൽ എത്തുന്ന സമയത്ത്? ഞങ്ങൾ 6x4 ആയിരുന്നു ഞങ്ങളുടെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. കാരണം മാക്സിമം വേസ്റ്റേജ് ഒഴിവാക്കാനൊക്കെ ആ ഒരു സൈസിലെടുക്കാന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് നമ്മുടെ ഈ ഓപ്പൺ കൺസെപ്റ്റിൽ അത്രയും വേസ്റ്റേജ് വരില്ല എന്നുള്ളത് കൊണ്ട് 8x4 ഞങ്ങൾ മാറിയതാണ്. ആ ഒരു ഏരിയ ഞങ്ങൾ 8x4 എടുത്തിരിക്കുന്നത്. ഓക്കെ. സോ നമ്മുടെ കസ്റ്റമർ സർവീസിനെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ല സർവീസിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. സോനയായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നു മീറ്റ് ചെയ്യുന്നു. പക്ഷെ സോന കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സജഷൻസ് കുറേ തരുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു ബെറ്റർ ഓപ്ഷൻ പറയും. നമുക്ക് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ പറയാറുണ്ട് എല്ലാ കാര്യവും. പിന്നെ കൺസെപ്റ്റ് കറക്റ്റ് അവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയയിലേക്ക് നമ്മളെ കൊണ്ടുപോയി സെലക്ഷൻ സഹായിക്കുകയും ചെയ്തു. കുറേ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു. അത് ഞങ്ങളെക്കാളും കൂടുതൽ സോനയ്ക്ക് അറിയായിരുന്നു. സോനയെല്ലാം നോട്ട് ചെയ്തു. പിന്നെ ഞങ്ങളൊരു കോളിൽ പറഞ്ഞാൽ മതി സോനയോട് ഞങ്ങൾ അന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് തന്നെ. അപ്പൊ സോനയ്ക്ക് നല്ല ഐഡിയ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ അതാ ഞങ്ങൾ കോൺസെപ്റ്റ് കുറെ സോനയ്ക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഒരു കോളിൽ തന്നെ ഞങ്ങൾക്ക് ടൈലും കാര്യങ്ങളും ഷോർട്ടേജ് ഉള്ളതും നമ്മൾ സെലക്ട് ചെയ്തതും ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയി സെലക്ട് ചെയ്തതുണ്ട്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് സോന കൊടുത്തയച്ചതുണ്ട്. സോ ഫോളോ അപ്പ് ആണെങ്കിലും ഡെലിവറി ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ഓക്കെ. സോ നമ്മളും വളരെ ഹാപ്പിയാണ്. നമ്മളെ ഈ പ്രൊഡക്റ്റ് നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്ടിൽ കാണുന്ന സമയത്ത്. ആൻഡ് ഓൾറെഡി സോന പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ നമ്മൾ വളരെ കോപ്പറേറ്റീവ് ആണ്, അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്കത് കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ല പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി താങ്ക് യു പറഞ്ഞു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ലേ മാർബിൾ ഗാലറിൻ്റെ പേര് നന്ദി പറയാണ്. അതേപോലെ തന്നെ ഈ വീട് പോലെ തന്നെ അല്ലേ, ഈ വീടിൻ്റെ ആ പേര് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ വീടിന്റെ പേര് തന്നെ നിവിക എന്ന പ്യുവർ നേച്ചർ എല്ലാം കൂടി. അതുപോലെ തന്നെ ഈ നിവികയിൽ ഓണേഴ്സും അതുപോലെ തന്നെ വളരെ കാം കമ്പോസ്ഡ് ആയിട്ടുള്ള. സോ നിങ്ങളൊരു എനർജി തന്നെയാണ് നമുക്ക് ഈ വീടിനും കാണാൻ വേണ്ടി പറ്റുന്നത്. സോ താങ്ക് യു സോ മച്ച്.